Morning. Today we are discussing exception of the rule. Consideration അകത്ത് വരുന്നതാണ് contract without consideration is not valid. The general rule is that no consideration, no contract. No consideration, no contract under section 25. Consideration is an essential element of a valid contract. A promise without consideration is null and void. It is called a naked promise or nudum pactum. According to section 25, an agreement without consideration is void, subject to certain exceptions. The first one, on account of natural love and affection under section 25 subsection 1, for voluntary services under section 25 subsection 2, 3, for promise to pay time varied debt 25 section 30 under section 25 subsection 3, in the case of completed gift, in the case of agency, last one, remission by the promisee of performance of the promise. The first one, on account of natural love and affection under section 25 subsection 1, such an agreement are enforceable even without consideration. സ്നേഹത്താലുകൂടി എന്ത് ചെയ്യുക, ഒരു പാർട്ടി വേറൊരു പാർട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് ആവശ്യമില്ല, കൺസിഡറേഷൻ ആവശ്യമില്ല. അതിന് 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ, ദ എഗ്രിമെൻറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റ് എഴുതി തയ്യാറാക്കണം. ഇറ്റ് ഷുഡ് ബി രജിസ്റ്റർ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ആൻഡ് ലവ് ആൻഡ് അഫെക്ഷൻ. സ്നേഹത്തോടുകൂടി കൊടുക്കുന്നതായിരിക്കണം. ദ ലാസ്റ്റ് വൺ, ദ പാർട്ടീസ് ഷുഡ് സ്റ്റാൻഡ് ഇൻ ദ നിയർ റിലേഷൻ ടു ഇച്ച് അതർ. അവർ തമ്മിൽ നിയർ റിലേഷൻ ആയിരിക്കണം, ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരിക്കണം. ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാദർ എ ഫാദറാണ്, ബി അവരുടെ സൺ. എ എന്ത് ചെയ്യുന്നു, ഒരു 10 സെൻറ്റ് സ്ഥലം ബിക്ക് എഴുതി കൊടുക്കുന്നു, സ്നേഹത്താൽ കൊടുക്കുകയാണ്, ഇഷ്ടദാനം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തില്ല, ബി എക്ക് എന്ത് കൊടുക്കണമെന്നില്ല, കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനാണ്. ഓക്കെ. രണ്ടാമത്തെ പോയിൻ്റ്, ഫോർ വോളണ്ടറി സർവീസസ് അണ്ടർ സെക്ഷൻ 25 സബ്സെക്ഷൻ 2, a promise to compensate wholly or in part a person who has voluntarily done something for the promiser is enforceable even without consideration. വോളണ്ടറിലി ചെയ്തതാണ്, സ്വമേധയാ ചെയ്തതാണ്. ഇപ്പോൾ എന്താ, എയുടെ പേഴ്സ് വീണുപോയി, അതാർക്ക് കിട്ടി, ബിക്ക് കിട്ടി. ബി എന്ത് ചെയ്തു, ഇത് തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്ത് കൊടുത്തു, ഒരു പാരിതോഷികമായിട്ട് ഒരു 1000 2000 കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണമെന്നില്ല, ബി വീണ്ടും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നില്ല, കൺസിഡറേഷനായിട്ടൊന്നും കൊടുക്കണമെന്നില്ല. അതാണ് എ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫുൾ ഇൻ പാർട്ട് എ പേഴ്സൺ ഹു ഹാസ് വോളണ്ടറി ഡൺ. ബി സ്വമേധയാ ചെയ്തതാണ്, എയുടെ പേഴ്സൺ എന്ത് ചെയ്തു, തിരിച്ചു കൊടുത്തത്. ഡൺ സംതിങ് ഫോർ ദ പ്രോമിസർ ഇൻഫോഴ്സ് ഇവൻ വിത്തൗട്ട് കൺസിഡറേഷൻ. ഇവിടെയും നമുക്ക് കൺസിഡറേഷൻ ഉണ്ടാകണമെന്നില്ല. The third point, for promise to pay time varied debt, കാലഹരണപ്പെട്ട കടം. അപ്പോൾ അണ്ടർ ദ ലിമിറ്റേഷൻ ആക്ട് 1963, ലോൺ എമൗണ്ട് റിക്കവർ വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ലോൺ. 3 വർഷത്തിനുള്ളിൽ ഒരു ലോണ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ടൈം പീരീഡ് ഡെപ്റ്റായി മാറുന്നു. അണ്ടർ സെക്ഷൻ ലിമിറ്റേഷൻ ആക്ട് 1963. ലിമിറ്റേഷൻ ആക്ട് 1963 പ്രകാരം ഒരു ലോണോ ഒരു ഡെപ്റ്റ് ഒരു കടം കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 3 years അത് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത്
ടൈം ബേരിഡ് ഡെപ്റ്റായി മാറും. പിന്നെ അത് കൊടുത്ത ആൾക്ക് തിരിച്ച് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കേസിൽ എ പ്രോമിസ് ബൈ എ ഡെപ്റ്റർ ടു പേ ടൈം ബേരിഡ് ഡെപ്റ്റ് ഈസ് എൻഫോഴ്സിബിൾ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ദ ഡെപ്റ്റർ ഓർ ഹിസ് ഏജൻറ്റ്. ഇങ്ങനെ 3 വർഷം കഴിഞ്ഞിട്ടുള്ള ടൈം പീരീഡ് ഡെപ്റ്റ്, ഇപ്പോൾ എയും ബിയും ഉണ്ട്. എ ബിക്ക് 2 lakh കൊടുത്തിട്ടുണ്ട്. ഇത് ടൈം പീരീഡായി മാറി. ഇപ്പോൾ ബി എന്ത് ചെയ്യുന്നു? പുതുതായിട്ടൊരു പ്രോമിസ് കൊടുക്കുന്നു. ഒരു എഴുതി തയ്യാറാക്കിയിട്ടൊരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്താ? അടുത്ത 6 മാസത്തിനുള്ളിൽ തിരിച്ചു തരാം. ഇതിനെയാണ് അപ്പോൾ ഇവിടെ ഇത് ടൈം പീരീഡ് ഡെപ്റ്റായി. പക്ഷേ ബി എന്ത് ചെയ്യുന്നു? തൻ്റെ എത്തിക്സ് മുഖേന എത്തിക്സായിട്ട് തിരിച്ച് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് 6 മാസത്തിനുള്ളിൽ തിരിച്ച് കൊടുക്കാമെന്ന് വീണ്ടും എഴുതി തയ്യാറാക്കിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് എ പ്രോമിസ് ബൈ എ ഡെപ്റ്റർ ടു പേ ടൈം പീരീഡ് ഡെപ്റ്റ് ഈസ് എൻഫോഴ്സിബിൾ പ്രൊവൈഡ് ഇറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ദ ഡെപ്റ്റർ ഓർ ഇസ് ഏജൻറ്റ്. ദ ഫോർത്ത് വൺ, ഇൻ ദ കേസ് ഓഫ് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ എക്സ് വൈക്ക് എന്ത് ചെയ്യുന്നു? ഗിഫ്റ്റ് കൊടുക്കുന്നു. ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും എന്തുണ്ടാവില്ല? എക്സ് വൈക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ വൈ എന്ത് ചെയ്യുന്നില്ല? തിരിച്ച് ഒന്നും കൊടുക്കുന്നില്ല. ഇൻ ദ കേസ് ഓഫ് എ കംപ്ലീറ്റഡ് ഗിഫ്റ്റ് ദ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് ഡസ് നോട്ട് അപ്ലൈ. ഇവിടെയും കൺസിഡറേഷൻ വേണമെന്നില്ല. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് എ ഏജൻസി under section 185 to create an agency relationship consideration not necessary. ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും കൺസിഡറേഷൻ നിർബന്ധമില്ല. പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ എന്താവശ്യമില്ല. അത് കൺസിഡറേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ ദ കേസ് ഓഫ് ഏജൻസി ക്രിയേഷൻ. The last point, remission by the promisee on performance of the promise under section 63. A creditor can agree to excuse a whole debt or a part of it without any consideration for doing so. ഇപ്പോൾ എക്സ് എന്ത് ചെയ്യുന്നുണ്ട്? വൈക്ക് കുറച്ച് ക്രെഡിറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ കൊടുക്കാനുള്ളത് ഇപ്പോൾ ഒരു 10,000 ആണ്. വൈ എന്ത് ചെയ്തു? ഈ 10,000 ഉള്ളത് ഒരു 6,000 ആക്കി കുറച്ച് കൊടുത്തു. റെമിഷൻ ചെയ്തു, കുറയ്ക്കുക. റെമിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് കൊടുക്കാം. അപ്പം കൺസിഡറേഷൻ കുറയാണ്. തരാനുള്ളതിൻ്റെ അന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഓർ പാർട്ട്ലി ഓർ ഫുള്ളി, വേണമെങ്കിൽ ഫുള്ളായിട്ട് 10,000 വേണ്ടാന്ന് വെക്കാം. ക്രെഡിറ്ററിന് എഗ്രി ടു എക്സ്ക്യൂസ് എ വോൾ ഡെപ്റ്റ് ഓർ പാർട്ട് ഓഫ് ഇറ്റ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഫോർ ഡൂയിങ് സോ. എ പ്രോമിസ് ക്യാൻ എഗ്രി ടു എക്സ്റ്റെൻഡ് ദ ടൈം ഓഫ് പെർഫോമൻസ് ഓഫ് പ്രോമിസ്. വേണമെങ്കിൽ ടൈമും കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ 1 വർഷം കൊണ്ട് തരാനുള്ള 1 വർഷം കൊണ്ട് തരാൻ പറ്റുന്ന ഇപ്പോൾ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഡേറ്റ് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതും അവിടെയും എന്ത് വേണമെന്നില്ല? കൺസിഡറേഷൻ വേണമെന്നില്ല. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സ് ഓസ് ₹500 ടു വൈ, എക്സ് പേ ₹100. എന്ത് ചെയ്തു? 500 രൂപ കൊടുക്കാനുണ്ട്. അത് എത്ര വാങ്ങിച്ചു? 100 രൂപ കൊണ്ട് അത് ആ കടം എഴുതി തള്ളി. വൈ അക്സെപ്റ്റ് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹിസ് ക്ലെയിം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.